ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ? ഗിരിക്ക് പാർവതിയോട് പാറുവിനോട് പാറു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ പിന്നെ ഞാൻ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അത് ക്ഷമിക്കണം. ഇതൊക്കെ പാറു പറഞ്ഞ മോശ. പാറുവിനോടൊന്നും പറയല്ല. നല്ല പാർട്ടിയായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു പാറു. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. എന്നാ പോട്ടെ, ലേറ്റ് ആയി. ശരിയപ്പോ ശരി, എത്തിയിട്ട് മെസ്സേജ് അയക്കേ. മാം, സിദ്ധു എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്നതാ, ഇപ്പൊ വരും. മാം ഇത് എവിടെയായിരുന്നു? ഇവിടെ കണ്ടില്ല. ഞാൻ ഗിരിയുടെ അടുത്തായിരുന്നു. പാവം ഗിരി, അയാൾ അവിടെ സങ്കടപ്പെട്ടിരിക്കുക. ഗിരിയേട്ടൻ മദ്യപിക്കുന്ന ഞാൻ കരുതിയില്ല മാം. അങ്ങനൊരു ഹാബിറ്റ് ഗിരിയേട്ടന് ഇല്ല. ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പാർവതി, താൻ ഗിരിയെ തെറ്റിദ്ധരിച്ചതാണ്. സിദ്ധുവിന്റെ ഫ്രണ്ട്സിനെ താൻ വഴക്ക് പറഞ്ഞില്ലേ? അതിനവര് പകരം വീട്ടിയതാണിത്. ഗിരി അറിയാതെ അവരാ ജ്യൂസിൽ ഞാനത് കണ്ടെങ്കിലും എനിക്കത് തടയാനോ തന്നോട് പറയാനോ സാധിച്ചില്ല. സത്യം അറിയാതെ ഞാൻ ഗിരിയേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തി, വഴക്ക് പറഞ്ഞു. കൂടെ കൊണ്ടുവന്നത് അബദ്ധമല്ലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചുപോയി. എല്ലാം തെറ്റായിപ്പോയല്ലോ. ഞാൻ പറയുമ്പോഴാ ഗിരി അറിയുന്നത്. ഗിരിയോട് സംസാരിച്ചപ്പോഴാ മനസ്സിലാവുന്നത് ആള് വെറും സാധുവാ. പാർവതിക്ക് ദോഷമാവുന്നതൊന്നും ആള് ചെയ്യില്ല. സങ്കടമല്ലോ. ഗിരിയേട്ടനോട് ഞാനിനി എന്തു പറയും? എനിക്ക് ഗിരിയേട്ടനെ ഒന്ന് കാണണം. ഗിരിയേട്ടൻ എവിടെയുള്ളത്? പാർവതി, ഈ സങ്കടം മാത്രമല്ല ഗിരിയുടെ മനസ്സിലുള്ളത്, മറ്റൊന്നുകൂടിയുണ്ട്. എന്നോടത് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലായി. ഇവിടെ ഇപ്പോ വേറെന്ത് സങ്കട ഗിരിയേട്ടനുണ്ടായത്? ഇവിടെ വെച്ചുണ്ടായ പ്രയാസമല്ലത്. പിന്നെ അത് ഗിരിയുടെ ഉള്ളില് മാം പറയൂ, എന്താ ഗിരിയേട്ടന്റെ സങ്കടം? അത് ഞാൻ പിന്നെ പറയാം. ഞാൻ വിളിക്കാം. പറയണേ. മറ്റൊന്നുമല്ല, താൻ ഗിരിയുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്ക്... താനൊന്ന് ഗിരിയോട് തുറന്ന് സംസാരിക്കേ. ചിലപ്പോ ഞാൻ പറയാതെ തന്നെ ഗിരിയുടെ വിഷമം തനിക്ക് മനസ്സിലാവും.